ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എഴുത്തുകാരിയും സൈക്കോളജിസ്റ്റുമായ സൂസൻ പിങ്കർ 2017 സെപ്റ്റംബർ 4 നടത്തിയ ഒരു ടെഡ് പ്രഭാഷണമുണ്ട്. യൂട്യൂബിൽ 5 ലക്ഷത്തിലധികം ആളുകൾ വാച്ച് ചെയ്ത ആ ടോക്കിൻ്റെ തലക്കെട്ടിങ്ങനെയാണ്: ദ സീക്രട്ട് ടു ലിവിങ് ലോങ്ങർ മേ ബി യുവർ സോഷ്യൽ ലൈഫ്. നിങ്ങളുടെ ദീർഘായുസിൻ്റെ രഹസ്യം നിങ്ങളുടെ സാമൂഹിക ജീവിതമാണെന്ന്. അമേരിക്കയിലെ ബ്രിഗാം യങ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു ഗവേഷണ പരമ്പരയെപ്പറ്റി പിങ്കർ ഇതിൽ പറയുന്നുണ്ട്. മധ്യവയസ്സ് കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിലാണ് ഈ പരീക്ഷണം നടത്തിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അവരുടെ ഭക്ഷണ രീതി, വ്യായാമം, മദ്യപാനം, വിവാഹം, അങ്ങനെ എല്ലാ വിവരങ്ങളും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തി. പിന്നീട് 7 വർഷത്തിന് ശേഷം ഇവരിൽ എത്ര പേര് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അന്വേഷിച്ചു. മനുഷ്യരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന 10 സംഗതികളുടെ റാങ്കിംഗ് ആണ് ഈ പഠനങ്ങളിലൂടെ അവർ ലിസ്റ്റ് ചെയ്തത്. ഇതനുസരിച്ച് ശുദ്ധവായുവിനൊക്കെ 10ാം സ്ഥാനമേ ഉള്ളൂ. 1ഉം 2ഉം റാങ്ക് മേടിച്ച 2 കാര്യങ്ങളാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് തോന്നിയത്. 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അടുത്ത ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കലിനാണ്, ക്ലോസ് റിലേഷൻഷിപ്സ്. 1ാം റാങ്ക് കിട്ടിയിരിക്കുന്നത് സമൂഹവുമായിട്ടുള്ള ഇണങ്ങിച്ചേരലിനാണ്, അഥവാ സോഷ്യൽ ഇൻ്റഗ്രേഷൻ. ഇന്ന് സുവിശേഷത്തിൽ ലൂക്ക 17-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ യേശു പറയുന്നുണ്ട്: മറ്റുള്ളവർക്ക് സ്കാൻഡൽ ഉണ്ടാക്കാതിരിക്കുക, കുറച്ചുകൂടി ശ്രദ്ധയുള്ളവരായിരിക്കുക, അക്കമഴിഞ്ഞ് ക്ഷമിക്കുക, 70 പ്രാവശ്യം ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നത്. നേരത്തെ പറഞ്ഞ പിങ്കറിൻ്റെ ടോക്കിൽ കേട്ട ക്ലോസ് റിലേഷൻഷിപ്സ്, സോഷ്യൽ ഇൻ്റഗ്രേഷൻ എന്നൊക്കെയുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വാക്കുകളുടെ ഒരു പ്രായോഗിക തലമാണ് ഈശോ നമുക്ക് മുന്നിൽ വിശദീകരിക്കുന്നത്. കുറച്ചുകൂടി ശ്രദ്ധയോടെ നമ്മുടെ ബന്ധങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യും. യഹൂദരുടെ വിവാഹാഘോഷത്തിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുന്നത് വധുവും വരനും വീഞ്ഞു നുകർന്ന ചില്ല് ചഷകത്തെ നിലത്തെറിഞ്ഞ് ഉടച്ചുകൊണ്ടാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അത്രയ്ക്ക് ഫ്രജയിലാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തൽ. ബന്ധങ്ങളൊന്നും ജീവിതത്തിൽ നേരം പോക്കായി മാറരുത്. ദൈവം നമുക്ക് നൽകിയ കുടുംബം, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അധ്യാപകർ, ഇവരെല്ലാം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കാം. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഓർമ്മിക്കപ്പെടുക നിങ്ങൾ നേടിയ വിജയങ്ങളുടെ പേരിലോ നിങ്ങളുടെ ഫിലോസഫികളുടെ പേരിലോ ഒന്നും ആയിരിക്കില്ല. മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ, ബന്ധങ്ങളിൽ നിങ്ങൾ പുലർത്തിയിരുന്ന ഹൃദയപൂർവകമായ ശ്രദ്ധ. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. ഗുഡ് ഡേ ടു യു. ഗോഡ് ബ്ലസ്.